ഈ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് സ്വർണം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വസ്തുവായി മാറിയിട്ടുണ്ട്. അപ്പോൾ നോ ഗോൾഡ് വെഡ്ഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഗോൾഡിന് അത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് ഈ തലമുറയിൽ ജീവിക്കുന്ന ആളുകൾ പോലും. അപ്പോൾ ഈ സ്വർണം അധികം അങ്ങനെ വാങ്ങിക്കൂട്ടി വച്ച് കല്യാണം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായമാണോ മാഡത്തിനുള്ളത്? ഞാൻ പറഞ്ഞതിന് വേറൊരു തലമുണ്ട്. അതായത് ആഭരണമാക്കി വളരെ കുറച്ച് സ്വർണ്ണമേ മകൾക്ക് കൊടുക്കുക. ഇപ്പോൾ പേരൻസിൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് ഒരു മകനും ഒരു മകളും ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് അതിൻ്റെ പകുതി കിട്ടാൻ അർഹതയുണ്ട്. അച്ഛനും അമ്മയും അവിടെ ആവശ്യത്തിനുള്ളത് വെച്ച് കഴിഞ്ഞ് ബാക്കി ഷെയർ ചെയ്യുമ്പോൾ മകന് കിട്ടുന്ന പോലെ ഒരു ഷെയർ മകൾക്കും കിട്ടാൻ അവകാശമുണ്ട്. പക്ഷേ അത് മുഴുവൻ ആഭരണമാക്കി അവൾക്ക് കൊടുക്കരുത്. അത് അവൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ അത്യാവശ്യം അണിയാനുള്ള ആഭരണങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് സ്വർണം കൊടുത്തോട്ടെ. അത് സ്വർണ്ണ നാണയമായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണ ബാറായിട്ടോ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യമനുസരിച്ച് അവർക്ക് വിറ്റ് അത് പണമാക്കാൻ പറ്റും. മറ്റേ ആഭരണമാക്കി കഴിയുമ്പോഴത്തേനും പണിക്കൂലി കുറഞ്ഞു. പിന്നെ അവർ പറയും ഇത് എന്താണ് പറയുക, ഹാൾ മാർക്കിംഗ് ഇല്ല, 916 അല്ല, അങ്ങനെ പല കാരണങ്ങൾ. ഇതൊന്നും തെളിയിക്കാൻ നമുക്കപ്പോൾ പ്രൂഫില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നഷ്ടം വരും. അതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക. അത് സ്വർണ്ണമായിട്ട് പാതാതികേശം സ്വർണ്ണത്തിൽ മൂടി വേണമെന്ന് പറഞ്ഞ് നീ പോയി നിൻ്റെ പണി നോക്കടാന്ന് പറയണം. അങ്ങനെ പറഞ്ഞു വരുന്ന ചെറുക്കനോട് ഞാൻ അവനൊരു കഴുതയാണെന്നാണ് പറയുക. അതല്ലാതെ ഹ്യൂമൻ സെൻസോ അല്ല, അതായത് ഹ്യൂമറസ് സെൻസ് അല്ല, മനുഷ്യബുദ്ധി വിവേക ശക്തിയുള്ള ഒരു പേരൻസും പറഞ്ഞുകൂടാ ഇന്നത്തെ കാലത്ത് സ്വർണ്ണമായിട്ട് തന്നെ തരണം. അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ. ചിലർക്ക് ഈ പാതാതികേശം സ്വർണ്ണത്തിൽ മുങ്ങിയ പെണ്ണിനെ കാണിക്കുന്നത്, എന്നിട്ട് അതിനെ ഒരു പട്ടിക്കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അതൊന്നും അല്ല ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അത് കോമൺ സെൻസ് ഇല്ലാത്തവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്വർണം രഹസ്യമായിട്ട് സ്വർണം കൊടുത്തോട്ടെ, അത് ബാങ്ക് ലോക്കറിലേക്ക് കൊണ്ടുപോയി വയ്ക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ലോക്കർ ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും ആഭരണമാക്കി അത് ചിലപ്പോൾ കൈ കൊണ്ട് തിരിച്ചു കെട്ടാൻ ഒക്കില്ല. കയ്യിൽ നിറയെ വളയൊക്കെ ഇട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കൈ ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ കഴുത്ത് തന്നെ മുറിച്ചിട്ടിരിക്കും. കാല് അത് ട്രെയിനിൽ തന്നെ കുറച്ച് കഴിഞ്ഞ മാസം ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായല്ലോ, സ്വർണ്ണ പാദസരമിട്ട് ആരും ട്രെയിനിൽ യാത്ര ചെയ്യരുത്. എന്താ കാരണം? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാദസരം മുറിച്ചെടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ കാലിനും നല്ല മുറിവ് പറ്റിയെന്നിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് നമ്മൾ അത്തരം റിസ്ക് എടുക്കുന്നത്? അപ്പോൾ മിനിമം ഗോൾഡ് ആ സംസ്കാരത്തിൽ വേണം പെൺകുഞ്ഞുങ്ങളെ വളർത്താൻ. പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല, ആൺകുഞ്ഞുങ്ങളെ പോലും ചിലർ വലിയ ആന പോലത്തെ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട ആണുങ്ങൾ, അതുപോലെ വലിയ മാലയൊക്കെ ഇട്ട് അത് കാണാൻ വേണ്ടി ഷർട്ടിൻ്റെ ഒക്കെ കോളർ കുറച്ച് തുറന്ന് കഴുത്ത് കുറച്ച് തുറന്നിട്ട് ബട്ടൺസ് കുറച്ച് തുറന്നിട്ട് കിടക്കുന്ന ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ എന്ത് പരമ പുച്ഛം തോന്നുന്നറിയാം. ഇപ്പോൾ ആ രീതിക്കൊക്കെ ചെറിയ ഒരു മാറ്റം ഉണ്ടായി എന്നതാണ്. മാറ്റം ഉണ്ടാകണം. അതായത് നിങ്ങൾ മാധ്യമങ്ങൾ വേണം ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. പക്ഷേ സ്വർണ്ണത്തിനെ നിങ്ങൾ പുകഴ്ത്തി സംസാരിച്ച് ആഭരണമാക്കൂ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടക്കാർ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് തരും. മറിച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ചാനലിൽ സംസാരിക്കുന്നത് കാരണം സ്വർണ്ണക്കടക്കാർക്കൊക്കെ എന്നോട് കടുത്ത അമർഷമുണ്ട്. എനിക്കറിയാം നന്നായിട്ട്. അങ്ങനെ കൃത്യമായിട്ട് അമർഷമുള്ള ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പോൾ അതാണ്, കോമൺ സെൻസ് വേണം മനുഷ്യർക്ക്. സ്വർണ്ണം അത്യാവശ്യമാണ്. കാരണം ഇത് ഈ മൂല്യം കീപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട്. നമ്മുടെ സ്വത്ത് മൂല്യമായിട്ട് വലിയ പ്രോപ്പർട്ടി ആയിട്ട് വാങ്ങിച്ചിട്ടാൽ നമുക്കത് വിറ്റ് പണമാക്കി എടുക്കാൻ ഒക്കില്ല. അത്യാവശ്യം വരുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കാൻ വിടണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഫീസ് കൊടുക്കണം. ആ സമയത്തൊന്നും നമുക്ക് അതേ സമയത്ത് നമുക്ക് ഒരു സോവറിൻ എടുത്തുകൊണ്ട് പോയി കൊടുത്തു, പൈസ കൊടുത്തു, ഫീസ് അടച്ചു. അങ്ങനെ നമ്മുടെ കാര്യം തീരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.